ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പഠിത്തം എവിടെയെങ്കിലുമൊക്കെ എത്താതെ വന്നാൽ പോലും എല്ലാവരുടെയും പഠിത്തം അടിപൊളിയായിട്ട് പോകണേ എന്നൊക്കെ ചിന്തിക്കുന്നു, വിചാരിക്കുന്ന ഒരു ടോണാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റു, മഴയായതുകൊണ്ട് ചെടിയൊന്നും നനച്ചില്ല. ഇന്നലെ മഴയൊക്കെ പെയ്തായിരുന്നു. അതുകൊണ്ട് രാവിലെ 8 ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് സിറ്റൗട്ടിൽ വന്നിരുന്നു. ഇങ്ങനെ മുറ്റത്തോട്ടൊക്കെ നോക്കി നിന്നു. എല്ലാ ദിവസവും ഞാനങ്ങനെ ചായ കുടിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. തോന്നിയാൽ കുടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ചായ കുടിക്കാൻ തോന്നി, ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ദോശയും ചമ്മന്തിയാണ് കഴിച്ചത്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസത്തേന് കാണും കേട്ടോ. അതുകൊണ്ട് മമ്മി ഇഡ്ഡലി ദോശ ഇത് മാറി മാറി രാവിലെ ഉണ്ടാക്കി നമ്മളെ വെറുപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ള ചട്നി ഉണ്ടെങ്കിൽ ഇന്ന് ചുമന്ന ചട്നി തന്ന് പുള്ളിക്കാരത്തി അതിനെന്തോ ഒരു ചേഞ്ച് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പഠിക്കുക, കുറച്ച് സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ പോർഷൻസ് പഠിക്കാമെന്ന് കരുതി. കാരണം 2 ദിവസം തന്നെ ഞങ്ങളുടെ ഒരു മുമ്പ് തന്നെ നമ്മുടെ ഒരു റിലേറ്റീവ്, കുറച്ച് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റിലേറ്റീവ് മരിച്ചു പോയി എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ഇവിടെ നിന്ന് അടക്കിന് പോകണം. അടക്കൊരു 3:30-4 ഏതാണ്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ കുറച്ച് പോർഷൻസെങ്കിലും പഠിക്കണ്ടേ എന്ന് കരുതി ഞാൻ രാവിലെ തന്നെ ഇരുന്നു. ഇന്നലെ നമ്മൾ ട്രിവാൻഡ്രം ഹിസ്റ്ററിയാണ് പഠിച്ചത്, തിരുവിതാംകൂർ രാജാക്കന്മാർ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കാതെ സിമിലറായിട്ടുള്ള രാജാക്കന്മാരെ പഠിക്കാതെ 1-2 രാജാക്കന്മാരെ വീതം പഠിച്ചു പോവുകയാണ്. അങ്ങനെ പഠിച്ച് കറവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ്റെ ടൈമിൽ കൂടുതൽ എളുപ്പം ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സമയമില്ലാത്ത സമയത്ത് നമ്മൾ പഠിക്കുന്നെങ്കിൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി അത് നോക്കി. അത് കഴിഞ്ഞിട്ട് UN ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, UNOയും പിന്നെ അതുപോലെ തന്നെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ടോപ്പിക്കാണ് പഠിച്ചത്. ഈ തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്നായാലും UNOയിൽ നിന്നായാലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ നിന്നായാലും കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 10th +2 ഡിഗ്രി ലെവലും എല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് എല്ലാ പരീക്ഷയിലും തന്നെ ചോദിച്ചിട്ടുള്ള പോർഷൻസിൻ്റെ ടോപ്പിക്കുകൾ കൂടുതൽ, അതും നമ്മൾ പ്രത്യേകിച്ചും പഠിക്കാത്തത് ഇല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകുന്ന ടോപ്പിക്സൊക്കെ കൂടുതൽ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്താ പറയുക, ഒരു ഷോർട്ട് ഏരിയ എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ഏരിയസ് നോക്കി പഠിക്കുക. ഇതൊന്നും ഇപ്രാവശ്യം വരണം എന്നൊന്നുമില്ല എങ്കിൽ പോലും PSCയുടെ കാര്യം ചില സമയത്തേക്ക് തോന്നാറുണ്ട്, ഒരു സൈക്കോ PSC ആണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഒരുവിധം റിപ്പീറ്റഡ് ആയിട്ടുള്ള പോർഷൻസൊക്കെ വരുന്ന രീതിയിലുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുക. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പം GK പാർട്ടിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ടോപ്പിക്സുകൾ കൂടുതലും കവർ ചെയ്ത് പോകുന്നത്. അപ്പം ആർക്കെങ്കിലും ഒക്കെ ഉപകാരമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടോപ്പിക്സ് ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടോ. ഇപ്പം ഞാൻ ലക്ഷ്യയുടെ റാങ്ക് ഫയലിൽ നിന്നുള്ളതാണ് പഠിക്കുന്നത്. പിന്നെ ഈ UNOയുടെയും അതുപോലെ തന്നെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ ചിലപ്പം റാങ്ക് ഫയലിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ. കാരണം അതിൻ്റെ പുതിയ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഓരോ വർഷത്തെ സമ്മേളനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. CA ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു പോർഷൻസ് കൂടിയാണ്. അപ്പോൾ ബേസിക് ഫാക്ടേഴ്സ് മാത്രമേ നമുക്ക് ഇപ്പം NCERT SCERT ഒക്കെ നോക്കിയാലും റാങ്ക് ഫയൽ നോക്കിയാലും നമ്മൾ പ്രീവിയസ് ആയിട്ട് നോട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയാലും നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കി CA പാർട്ട് എല്ലാവരും നോക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് രാത്രിയായി കേട്ടോ. വന്നപ്പോൾ കുളിച്ചൊന്ന് ഫ്രഷായി എന്തെങ്കിലും ഒന്ന് പഠിക്കാമോ എന്നറിയാനായിട്ടിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയർസാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള പോർഷൻസ് മാത്രം പഠിച്ചാൽ പോരാ. കറണ്ട് അഫെയർസിന് 10 മാർക്ക്, ആദ്യമൊക്കെ 5 മാർക്ക്, 10 മാർക്ക്, 15 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് PSC അതിൻ്റെ ഒരു മാർക്കിൻ്റെ വാല്യൂ കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ CA ന്ന് പഠിച്ചത് ചില പോർഷൻസ് നമ്മൾ തൊഴിൽ വാർത്ത എന്നൊക്കെ വരുമ്പോൾ അതങ്ങോട്ട് വായിച്ച് വെച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ റെക്കോർഡ് നോക്കി വെച്ച് ഒക്കെ ഞാൻ പോകാറുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളൊരു പോർഷനാണ്. ഞാൻ ഇപ്രാവശ്യം 2005 ബഡ്ജറ്റാണ്, ഫെബ്രുവരിയിൽ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ, February 1. അപ്പം ആ ഒരു ബഡ്ജറ്റിൻ്റെ പോർഷനാണ്
ഞാൻ നോക്കിയത്. അത് നമ്മുടെ സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ് അല്ല കേട്ടോ, പെയ്ഡ് ക്ലാസ് അല്ല, യൂട്യൂബിലുള്ള ക്ലാസ്സിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 2 വീഡിയോസ് സാറ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഞാൻ നല്ല ടയേർഡായിരുന്നു കേട്ടോ. കാരണം മരിച്ചിടക്കിന് പോയിട്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നു. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് ടയേർഡായിരുന്നുകൊണ്ട് ഞാൻ ഒരുപാട് ഇരുന്ന് നോട്ട്സ് എഴുതുകയും കൂടെ വേണമായിരുന്നല്ലോ സി എടുത്തപ്പോൾ. അതുകൊണ്ട് കൂടുതൽ മുഴുവൻ എനിക്ക് 2 വീഡിയോസും പഠിച്ചു തീർക്കാൻ പറ്റിയില്ല. ഇപ്പം ഇതിൻ്റെ ബാക്കി നാളെ പഠിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലും ആ പോർഷൻസ് നോട്ട്സ് എഴുതി പറ്റുന്നത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പം കാരണം ബഡ്ജറ്റിൽ നിന്ന് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ നടന്ന എക്സാംസൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമിലും തന്നെ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും തന്നെ ബഡ്ജറ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഏരിയ എന്ന് നമുക്ക് പറയാം. പിന്നെ കറണ്ട് അഫയേഴ്സിന് ഉള്ള പ്രാധാന്യം ഇപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്കറിയാം ഭയങ്കര CA റിലേറ്റഡ് ആയിട്ടും കൂടിയായിരുന്നു ബഡ്ജറ്റ് ചോദിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള പോർഷൻസുകൂടെ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾക്കൊന്നും നിന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ടും ചെയ്തില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കുറച്ചൊക്കെ മടി വിചാരിച്ചാലും ഇനി ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് മടിയൊക്കെ ഉപേക്ഷിച്ച് ഒരുവിധമൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നവരാണെങ്കിൽ ടൈറ്റായിട്ട് തന്നെ പഠിച്ച റിവിഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പം അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ബാക്കി സ്റ്റഡി അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ചൊക്കെ പഠിക്കുന്നവർക്ക് മോട്ടിവേഷനൊക്കെ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.